ഹലോ എവരിവൺ, എല്ലാവർക്കും നമ്മുടെ ASET അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ CHSLൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാവരും അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇരിക്കുകയായിരുന്നു അല്ലേ, നമ്മൾ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് CHSൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് CHSLൻ്റെ നമ്മുടെ SSCയുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ SSCയുടെ എന്താണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ കുറച്ച് ദിവസം മുമ്പായിട്ട് അവർ എന്ത് ചെയ്യുന്നു, CHSLൻ്റെ വേക്കൻസി എത്ര ഉണ്ടെന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്തു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും നിങ്ങൾ കയറി നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ CHSLൻ്റെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. സെപ്റ്റംബർ ഒരു 5-6 അടുപ്പിച്ചൊക്കെ തുടങ്ങുമായിരിക്കും. ഓക്കെ, സെപ്റ്റംബർ മാസം അടുപ്പിച്ച് എന്ത് എക്സാം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെപ്റ്റംബർ അല്ലെങ്കിൽ അടുപ്പിച്ച മാസം അടുപ്പിച്ച് വരും, എക്സാം വരുന്നതായിരിക്കും. ഓക്കെ, ഉടനെ തന്നെ എക്സാമുകൾ കാണും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, വേക്കൻസി എത്ര എന്നൊക്കെ അറിഞ്ഞ് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, വീട്ടിൽ കിടക്കാം. നമുക്കറിയാം CHS എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിലേക്ക് വരുന്നതാണ് അല്ലേ. അപ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനാണ് ഈ പറയുന്ന CHS എന്ന് പറയുന്നത്. നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒക്കെ അറിയായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ചെയ്യുന്നത്, തസ്തികകളിലേക്ക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ടെനേറ്റീവ് വേക്കൻസി ഫോർ ദ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി 10+2 ലെവൽ എക്സാമിനേഷൻ 2025 as on the 5/2025 നമുക്കറിയാം. 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതി അടുപ്പിച്ചായിരുന്നു അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയേക്കാണ്, അതായത് 6-ാം തീയതി കൂട്ടിയാൽ മതി. ഓക്കെ, അടുപ്പിച്ച് അവരെന്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ തൊട്ട് മുമ്പ് ദിവസങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതിനകത്ത് അവർ ഓരോ പോസ്റ്റിലും എത്രത്തോളം വേക്കൻസികളുണ്ട്, അതേപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കുന്നതിനകത്ത് ചെറിയ നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഡിസബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കലായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പറയാമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് മൊത്തത്തിൽ അതിനകത്ത് പറഞ്ഞു പോരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. ഓക്കെ, LDC JSA എന്ന് പറയുന്നതാണ്. ഓക്കെ, അതായത് ജനറൽ കാറ്റഗറിക്ക് 15, SCക്ക് 6, STക്ക് 2, OBCക്ക് 7, EWSന് 2, ESMന് 2, OHന് എന്ത് ചെയ്യുക 2, അതേപോലെ തന്നെ HHന് 1, അതേപോലെ തന്നെ അതർ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് പ്രത്യേകം പറയുന്നില്ല. മൊത്തത്തിൽ 32 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നതാണ്. മൊത്തത്തിൽ 32 വേക്കൻസികളാണ് ചെയ്യുന്നത്. പൊതുവെ പറയുന്നത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും 15 അതാണ് ജനറൽ, 6 SC, 2 ST, 7 OBC എന്നീ പറയുന്ന രീതിയിലാണ് പറയുന്നത് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം കളർ ബ്ലൈൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യെസ് എന്ന് പറയാനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്കാണ്, MHAയിലേക്കാണ് വരുന്നത്. നോക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ഇന്റലിജൻസ് ബ്യൂറോ IBയിലേക്കാണ്. ഇവിടെയാണ് IBയിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. IBയിലേക്കാണെങ്കിൽ അത് ഈ പറഞ്ഞ LDC പറഞ്ഞ രീതിയിലേക്കാണ്. ഓക്കെ, ജനറലിൽ 127 വേക്കൻസികൾ, അതേപോലെ SCക്ക് 56, STക്ക് 29, OBCക്ക് 69, EWSന് 39, അതേപോലെ തന്നെ ESMന് 31, OHന് 4, HHന് 3, VHന് 3, അതേഴ്സിന് 3, അങ്ങനെ മൊത്തത്തിൽ 316 വേക്കൻസി വന്നിട്ട് എത്രയാണ് 316 അടുപ്പിച്ച് വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്നത്. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ ഈ പറഞ്ഞ ഇന്റലിജൻസ് ബ്യൂറോയിലാണ്. ഓക്കെ, അടുത്തത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ ഈ പറഞ്ഞ LDCനകത്താണെങ്കിൽ 12 ജനറൽ, 5 SC, 3 ST, OBCക്ക് 9, EWSന് 4, ESMന് 4, അതേപോലെ തന്നെ OHന് 3, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 33 വേക്കൻസികളാണ് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്കാണ്, MOD ആണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്കാണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ക്യാൻറ്റീൻ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാണ്. എനിക്കറിയാം ഡിഫൻസ് ക്യാൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ്. LDCക്ക് അത് നോക്കുകയാണെങ്കിൽ UR എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറിയാണ്, അൺറിസർവ്ഡ് എന്നാണ്. ഓക്കെ, 111 വേക്കൻസിയാണ് വരുന്നത്. 44 എന്ന് പറഞ്ഞ SC, 14 ST, 65 OBC, 61 EWS, 49 ESM, 1 OH, 2 HH, 2 VH എന്നീ പറഞ്ഞ കാറ്റഗറികൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ അതർ ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാണെങ്കിൽ ചലഞ്ചർ ആയിട്ടുള്ള PWD എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലേ, PWD എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് നോക്കുകയാണെങ്കിൽ 4 വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ടോട്ടൽ 295 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലേക്ക് വരുന്നത്. അടുത്ത മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ്റെ കീഴിലാണ്. ഓക്കെ, LDC നോക്കുകയാണെങ്കിൽ ജനറൽ 26, SC 9, അതേപോലെ തന്നെ ST 5, OBC 16, EWS 6, അതേപോലെ തന്നെ ESMന് ഇല്ല. ഓക്കെ, ESMന് ഇവിടെ ഇല്ല. അതിനുശേഷം OH നോക്കുകയാണെങ്കിൽ 1, HH നോക്കുകയാണെങ്കിൽ 1, VH നോക്കുകയാണെങ്കിൽ 1, PWD ഇല്ല.
മൊത്തത്തിൽ 62 വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ കീഴിലേക്ക് വരുന്നത്. അടുത്ത മിനിസ്ട്രി ഓഫ് മൈൻസിലേക്കാണ്. എനിക്കറിയാം കോള്, അതേപോലെ തന്നെ ബാക്കിയുള്ള മൈനുകളൊക്കെ അറിയാം, കോള്, അതേപോലെ തന്നെ എന്താണ് കോപ്പർ, ഈ പറഞ്ഞ വിഭാഗങ്ങളിലേക്കാണ് വരുന്നത് പറയുന്നത് മിനിസ്ട്രി ഓഫ് മൈൻസ് എന്ന് പറഞ്ഞ് വരുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ LDC ആണ്. LDC നോക്കുകയാണെങ്കിൽ 11 UR, 1 SC, 1 ST, അതേപോലെ തന്നെ ഒരു 3 OBC, 2 EWS എന്നീ പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു വേക്കൻസി OH വരുന്നുണ്ട്. മൊത്തത്തിൽ 18 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് മിനിസ്ട്രി ഓഫ് മൈൻസിലേക്ക് വരുന്നത്. അടുത്ത മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ LDC കാറ്റഗറിയിലേക്ക് ജനറലിന് 1, SSCക്ക് 1, അതേപോലെ തന്നെ EWS 1, മൊത്തത്തിൽ 3 വേക്കൻസികളാണ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിനകത്ത് LDC വിഭാഗത്തിൽ ജനറൽ 2, OBCക്ക് 1, EWS 1, മൊത്തത്തിൽ 4 വേക്കൻസികളാണ് ചെയ്യുന്നത് അതിനകത്തും വരുന്നത്. അടുത്ത മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സർവീസസ്, സെൻട്രൽ ഫോറൻസിക് സർവീസസ് ലബോറട്ടറി നോക്കുകയാണെങ്കിൽ ജനറൽ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ 1 ഒരെണ്ണം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫൻസ് ആംഡ് ഫോഴ്സ് ഹെഡ് ക്വാർട്ടറിലേക്കാണ് വരുന്നത്. ഓക്കെ, അതായത് എന്താണ് ജനറൽ 79, SSCക്ക് 30, STക്ക് 14, OBCക്ക് 54, EWS 19, ഇനി പറഞ്ഞ ബാക്കിയുള്ള കാറ്റഗറി നോക്കുകയാണെങ്കിൽ 19, 2, 2 എന്ന് പറഞ്ഞു വരും. PWDക്കകത്ത് 2, മൊത്തത്തിൽ 196 വേക്കൻസികൾ അതിനകത്തും വരുന്നതാണ്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ് LDCയിലേക്കാണ് 12 ജനറൽ, 3 SSC, 2 ST, 10 OBC, 2 EWS, 5 എന്ന് പറയുന്ന ബാക്കി അതർവടി കാറ്റഗറീസിനകത്ത് വന്നിട്ട് ഈ പറയുന്ന PWDക്കകത്ത് അതിനകത്ത് വരുന്നില്ല. 29 വേക്കൻസിയാണ് ഇതിനകത്ത് വരുന്നത്. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിലേക്കാണ്. അത് ജനറൽ 9, SSC 2, ST 2, OBC 2 ഈ പറയുന്ന വിഭാഗത്തിലേക്കാണ്. മൊത്തത്തിൽ 15 വേക്കൻസിയാണ് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻസ് എന്ന് പറയുന്ന പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിലേക്ക് നോക്കുകയാണെങ്കിൽ 51 എന്ന് പറയുന്ന ജനറൽ, 20 SSC, 11 ST, 53 EWS, OBC, 6 EWS, 12 എന്ന് പറയുന്ന ബാക്കിയ കാറ്റഗറി, 12, 4 എന്നൊക്കെ പറയുന്ന ബാക്കിയ HH, VH എന്ന് പറയുന്ന കുറേ ബാക്ക് കാറ്റഗറി ഉണ്ട്, അതിനകത്തേക്കാണ് വരുന്നത്. ഓക്കെ, മൊത്തം 121 വേക്കൻസി അവിടെ കാണാൻ സാധിക്കും. നീതി ആയോഗിന് കീഴിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ നീതി ആയോഗായിട്ടുള്ള ഇപ്പോഴത്തെ നീതി ആയോഗിൽ ജനറൽ വേക്കൻസി ആയിട്ട് 1, അതേപോലെ തന്നെ നിങ്ങൾക്ക് EWSലേക്ക് 1 കാണാൻ പറ്റും. അങ്ങനെ 2 വേക്കൻസി കാണാൻ പറ്റും. അടുത്ത മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയിലേക്കാണ് വരുന്നത്. 9 ജനറൽ, 4 SSC, 2 ST, 6 OBC, 3 EWS എന്നീ പറയുന്ന മേഖലയിലേക്ക്. അടുത്ത HH എന്ന് പറഞ്ഞ് VH എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നില്ല, അത് അതിലേക്കാണ് 2 വന്നിട്ടുള്ളത്. മൊത്തം 24 വേക്കൻസിയാണ് ഉള്ളത്. മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ 7 ജനറൽ, 4 SSC, 1 ST, 2 OBC, 1 EWS, മൊത്തത്തിൽ 15 വേക്കൻസിയാണ് ഉള്ളത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പറഞ്ഞ ബോർഡർ നമുക്കറിയാം, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BRO എന്ന് കേട്ടിട്ടില്ലേ, ബോർഡറിലൊക്കെ റോഡ്, പാലം, മറ്റ് സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന BROയുടെ കീഴിലാണ്. ഓക്കെ, BRO ആണ്. 265 ജനറൽ, 40 SSC, 31 ST, 56 ഈ പറയുന്ന OBC എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്നു. ഓക്കെ, അതേപോലെ തന്നെ 59 പറഞ്ഞ ബാക്കി കാറ്റഗറിയിലാണ്. മൊത്തത്തിൽ 392 ചെയ്യുന്നത് വരുന്നത്. അടുത്ത മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് 4 ജനറൽ, SSC ഇല്ല, ST 1, അതേപോലെ 2 എന്ന് പറയുന്നത് OBC എന്നീ പറയുന്ന കാറ്റഗറിയിലേക്കാണ്. അതായത് പിന്നെ HH, VH എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് 1 വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 7 വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷനിലേക്കാണ് നോക്കുകയാണെങ്കിൽ 14 ജനറൽ, 5 ഈ പറയുന്ന SSC. ഓക്കെ, അതേപോലെ തന്നെ ST ഇല്ല, OBC 6, EWS 3 എന്ന് പറഞ്ഞ് ബാക്കി HH, VH എന്ന് പറയുന്ന മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 28 വേക്കൻസി എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും. അടുത്തത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ജനറൽ 29, ഈ പറഞ്ഞ SSCക്ക് 6, STക്ക് 3, അതേപോലെ തന്നെ OBCക്ക് 14, EWS 5 എന്നീ മൊത്തത്തിൽ, അതേപോലെ HH, VH എന്ന് പറഞ്ഞാൽ 2 വീതം കാണാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ 57 എന്ത് ചെയ്യാൻ പറ്റും വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTROയിലേക്ക് നോക്കുകയാണെങ്കിൽ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിനകത്ത് ജനറലിനകത്തില്ല, STക്ക് 1, OBCക്ക് 1, മൊത്തത്തിൽ 2 വേക്കൻസിയാണ് ഉള്ളത്. മിനിസ്റ്റർ ഓഫ് ഫിനാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ 137 ജനറൽ, 25 SSC, 14 ST, 37 എന്ന് പറയുന്നത് OBC, 23 പറഞ്ഞാൽ EWS, HH, VH എന്നീ വിഭാഗത്തിലേക്ക് 15, 2, 1 എന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 233 വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ്
എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ SSC 4 ജനറൽ 4 SSC 2 ST 1 EWS 3 അതേപോലെ തന്നെ OBC എന്ന് OBC 3 EWS 2 അതേപോലെ തന്നെ HHVS എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് 1 ഓക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 12 വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ടൂറിസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 10 ജനറൽ 3 SSC അതേപോലെ തന്നെ 5 OBC 2 എന്ന് പറയുന്നത് EWS എന്നീ കാറ്റഗറിയിലേക്ക് അതുപോലെ HHVH വിഭാഗങ്ങളിലേക്ക് 1 മൊത്തത്തിൽ 20 വേക്കൻസി. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർണൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ 4 ജനറൽ 2 SSC 1 ST 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ OBC 2 ജനറൽ 2 EWS പിന്നെ 1 എന്ന് പറയുന്നത് ഈ പറയുന്ന HHVH വിഭാഗത്തിൽ 11 വേക്കൻസിയാണ് ചെയ്യുന്നത് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്കാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ജനറലിലേക്ക് 4 ഈ പറയുന്ന SSC ST OBC എന്നീ EWS മൊത്തം 5 വേക്കൻസിയാണുള്ളത്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയറിലേക്ക് നോക്കുകയാണെങ്കിൽ 16 ജനറൽ 3 SSC 1 ST 4 OBC ഓക്കെ അതേപോലെ തന്നെ 5 EWS ബാക്കി HHVH എന്നീ വിഭാഗങ്ങളിലേക്ക് 1 1 3 പറഞ്ഞ് കാണാം മൊത്തത്തിൽ 29 വേക്കൻസി അവിടെയുണ്ട്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഓക്കെ അത് നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനിലേക്ക് 7 ജനറൽ 2 SSC 1 ST 3 OBC 1 EWS എന്നീ പറഞ്ഞ കാറ്റഗറികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. മൊത്തത്തിൽ 14 വേക്കൻസിയാണ് ഇത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിനെ നോക്കുകയാണെങ്കിൽ 4 ജനറലാണ് പിന്നെ 1 OBC വന്നത് മൊത്തം 5 സെൻട്രൽ വിജിലൻസിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ജനറലാണ് വന്നിട്ടുള്ളത് പിന്നെ 1 VHH എന്നീ കാറ്റഗറിയിലേക്ക് 1 മൊത്തത്തിൽ 2 വേക്കൻസിയാണ് ഉള്ളത്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ കൺട്രോളർ ജനറൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സിലേക്ക് 28 ജനറൽ 9 SSC 7 ST 15 OBC 4 EWS അതിൽ HHVH കാറ്റഗറിയിലേക്ക് 6 ഓക്കെ 6 1 2 എന്ന് പറഞ്ഞാൽ മറ്റേ 63 വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ 16 ജനറൽ 4 SSC 3 ST 5 OBC 5 EWS എന്നീ കാറ്റഗറിയിലേക്ക് 33 വേക്കൻസി. മിനിസ്ട്രി ഓഫ് ഹോം ഓഫീസ് അർബൻ അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിലേക്ക് 185 ജനറൽ 51 ST SSC 26 SST ST 85 എന്ന് പറയുന്നത് OBC 14 എന്ന് പറയുന്നത് EWS 12 എന്ന് പറയുന്നത് HHVH എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് 12 1 5 6 എന്ന് പറയുന്ന കാറ്റഗറി 9 എന്ന് പറയുന്നത് PWD കാറ്റഗറിയിലേക്കുള്ളതാണ് മൊത്തത്തിൽ 361 വേക്കൻസിയാണുള്ളത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിലേക്ക് 49 ജനറൽ 12 SSC 6 ST 24 OBC 12 10 എന്ന് പറയുന്ന EWS അടുത്ത HHVH എന്നീ കാറ്റഗറിയിലേക്ക് 4 2 2 എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും മൊത്തത്തിൽ 101 വേക്കൻസി കാണാൻ പറ്റുന്നു. അതുപോലെ ലേബർ എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റിലേക്ക് 42 ജനറൽ 14 SSC 10 ST 24 എന്ന് പറയുന്നത് OBC ആണ് ഓക്കെ 4 EWS 2 HHVH എന്നീ വിഭാഗത്തേക്ക് 2 1 പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ 94 വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് കാണാം. മിനിസ്ട്രി ഓഫ് ജലശക്തി നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് റിവർ ഡെവലപ്മെൻറ്റ് ആണ് ഗംഗ റീജുനേഷൻ പറഞ്ഞ് നമ്മുടെ ഗംഗ പുനരുദ്ധാരണമൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് നോക്കുകയാണെങ്കിൽ 25 എന്ന് പറയുന്നത് ജനറൽ 10 SSC 5 ST 13 എന്ന് പറയുന്നത് ഇവിടെ OBC 8 എന്ന് പറയുന്ന EWS എന്നീ കാറ്റഗറിയിലേക്ക് SSC HHVH എന്നീ പറയുന്ന കാറ്റഗറിയിലേക്ക് 5 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും 61 കാണാൻ പറ്റുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫൻസ് കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സിലേക്കാണെങ്കിൽ 130 ജനറൽ 48 SSC 24 ST 86 OBC 32 EWS HHVH കാറ്റഗറിയിലേക്ക് 32 3 3 3 3 പറഞ്ഞ് കാണാൻ പറ്റും PWD കാറ്റഗറിയിലേക്ക് 3 കാണാൻ പറ്റും മൊത്തത്തിൽ 321 വേക്കൻസിയാണ് അതിനകത്തുള്ളത്. മിനിസ്ട്രി ഡിഫൻസ് അത് തന്നെയാണ് ഇത് കോസ്റ്റ് ഗാർഡിലേക്കാണ് ICG ആണ് ഓക്കെ ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ്. നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 3 ജനറൽ 1 SSC 1 ST 1 OBC 1 EWS കാറ്റഗറിയിൽ മൊത്തത്തിൽ നോക്കി 13 വേക്കൻസിയാണ് ഇതിന് അവിടെയും ഉള്ളത് ഓക്കെ. അടുത്ത മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സെൻറ്ററിലേക്കാണ് 10 ഇതാണ് ഈ പറയുന്ന ജനറൽ 2 SSC 3 ST 7 OBC 1 EWS മൊത്തം 23. മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതായത് ഫിഷറീസും കന്നുകാലി മേക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് ആദ്യത്തൊക്കെ നോക്കുകയാണെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ജനറൽ 1 SSC ST OBSയിലേക്ക് 1 അതേപോലെ തന്നെ EWSയിലേക്ക് മൊത്തത്തിൽ 6 വേക്കൻസിയാണുള്ളത് ഓക്കെ. മിനിസ്ട്രി ഓഫ് കൾച്ചർ നോക്കുകയാണെങ്കിൽ 16 SSC 8 ST 1 OBC 8 SSC 1 ST പിന്നെ 8 എന്ന് പറയുന്നത് OBC 6 എന്ന് പറയുന്നത് EWS 3 എന്ന് പറയുന്നത് HHVH എന്ന് പറഞ്ഞ് പോലോട്ട് പോകുന്നതാണ് ഓക്കെ. മൊത്തത്തിൽ 39 വേക്കൻസി ഉള്ളത്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിലേക്ക് നോക്കുകയാണെങ്കിൽ
3 ജനറൽ, ഒരു SSC, അതേപോലെ തന്നെ ST ഇല്ല, അതേപോലെ തന്നെ OBCയിലേക്ക് ഒന്നുണ്ട്. മൊത്തത്തിൽ 5 വേക്കൻസിയാണ് ഉള്ളത്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് പറയുന്നത് ജനറൽ 1 മൊത്തത്തിൽ ഒരു വേക്കൻസി ഉള്ള ജനറൽ കാറ്റഗറിയാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ കൺട്രോൾ ജനറൽ എന്ന് പറഞ്ഞാൽ DO ആണ്. 15 വേക്കൻസി ജനറൽ, 2 SSC, 2 ST, 2 OBC, 5 ഈ DWS. ബാക്കി എന്ന് പറഞ്ഞാൽ HHVH കാറ്റഗറിയിലേക്ക് 7 1 എന്ന് പറയുകയാണ്. പിന്നെ PW കാറ്റഗറിയിലേക്ക് 1 എന്ന് പറഞ്ഞാണ്. മൊത്തത്തിൽ 26 വേക്കൻസിയാണ് ഉള്ളത്. മിനിസ്ട്രി ഓഫ് കൾച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന SSCക്ക് ജനറൽ, SSC, ST ഈ പറയുന്ന വിഭാഗങ്ങളിലേക്കില്ല. OBCക്ക് 1 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ വേക്കൻസി 1. അങ്ങനെ ഇത്രയും നേരം പറഞ്ഞിരുന്ന വേക്കൻസി എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. 3131 എന്ത് ചെയ്യാൻ പറ്റും വേക്കൻസീസ് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെനേറ്റീവ് വേക്കൻസീസ് ആർ എസ്റ്റിമേറ്റഡ് വേക്കൻസി, ഫൈനൽ വേക്കൻസി മേ വേരി ഫ്രം ദീസ് വേക്കൻസീസ് അവർ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതായത് എസ്റ്റിമേറ്റഡ് വേക്കൻസിയാണ്. ഇനി വരുന്ന വേക്കൻസികൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരുമെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ അത്യാവശ്യം വേക്കൻസിയാണ് ഇപ്പോൾ പറയുന്നത്. ഇനി കൂടാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി പറഞ്ഞ വേക്കൻസികളൊക്കെ എന്ത് ചെയ്യും ഇനി മാറ്റം വന്ന് അങ്ങനെ മാറ്റം വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇനി എന്ത് ചെയ്യാം 3000 എന്നുള്ളതിനകത്ത് അടുപ്പിച്ച് 4000 അടുപ്പിച്ചൊക്കെ വന്നെന്ന് ഇരിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക ഇത് കണ്ടിട്ട് ഇപ്പോൾ അയ്യോ എനിക്ക് കുറവാണല്ലോ വേക്കൻസി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി എന്ത് ഇതെന്ന് പറയുന്ന ഏകദേശ കണക്കാണ് അവർ പറയുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്ത് വേക്കൻസി ഒക്കെ എന്ത് ചെയ്യും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും CHSൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര ടഫായിട്ടൊരു എക്സാം അല്ല CHS എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രാക്ടീസോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സെപ്റ്റംബർ മാസം അടുപ്പിച്ചൊക്കെ ആയിരിക്കും എക്സാമുകളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മാസം അടുപ്പിച്ച് സമയമുണ്ട്. പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല റിവിഷൻ ചെയ്യുക. ഓക്കെ, നല്ല വിഷയം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രത്യേകം പറയേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ എന്ത് ചെയ്യുക നോക്കുക. കണക്കായിട്ടല്ല ഇപ്പോൾ മാത്തമാറ്റിക്സ് ആയിട്ട് മെൻ്റൽ എബിലിറ്റി ആയിക്കോട്ടെ, ജനറൽ നോളജ് ആയിക്കോട്ടെ, സ്ട്രാറ്റജിക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഓർത്തിരുന്ന് പഠിച്ച് വരാൻ നോക്കുക. ഓക്കെ, മാത്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നവരാണെങ്കിൽ അവിടെ ടൈം കുറച്ച് കൊണ്ടുവരിക. റീസണിങ് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് സമയം പോകുന്ന ടോപ്പിക്കുകളാണ് ഈ പറയുന്ന റീസണിങ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഫോക്കസ് ചെയ്തതിനു ശേഷം ടൈം എത്രത്തോളം നിങ്ങൾക്ക് അത് കുറച്ച് കൊണ്ടുവരാൻ അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ASB അക്കാഡമി നമ്മൾ പറഞ്ഞ പോലെ തന്നെ IBക്ക് ഒക്കെ IB സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും IBയുടെ എന്ത് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. IB സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ്സാണ് യോഗ്യത പറയുന്നത്. സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം IB പോലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് വരുന്നത്. നിങ്ങൾക്കറിയാം സിനിമയിലെ കണ്ടിട്ടില്ലേ, അപ്പോൾ അത്രത്തോളം വലിയ പ്രസ്റ്റീജിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, അയച്ചിട്ടില്ലാത്തൊരു പെട്ടെന്ന് തന്നെ അയക്കുക. നമ്മൾ അത്തത്തെ നമ്മുടെ IB സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ASB അക്കാഡമി ഒരു കോഴ്സുമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട്, പ്രീവിയസ് പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 1-to-1 മെൻറ്റർഷിപ്പ് ഉണ്ട്, ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ട്. ഓക്കെ, അറിയാം ഓരോ ടോപ്പിക്കും പഠിച്ച് നിങ്ങളെ സെറ്റാക്കി പിന്നെ മോക്ക് ടെസ്റ്റ് നടത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്ഷൻസ് നടത്തി പിന്നെ പരീക്ഷകൾ നടത്തി നിങ്ങൾ എന്ത് ചെയ്യും സെറ്റാക്കി നിങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും. അവർക്ക് IB പോലെ എനിക്കറിയാലോ ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് അല്ലേ IB എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക വളരെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം നടത്തുന്നത് ഈ പറഞ്ഞ IB ആണ്. ഓക്കെ, അവിടേക്കാണ് നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മാസം എന്ത് ചെയ്യും അപ്ലൈ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ ASB പ്രൊവൈഡ് ചെയ്യുന്ന IBയുടെ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ASB അക്കാഡമി ആപ്പ് എന്ത് ചെയ്യുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതല്ല നമ്മുടെ കോഴ്സിൽ വന്നപ്പോൾ ഒരുപാട് സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം. 9995467246 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടിനൊക്കെ എന്ത് ചെയ്യും നല്ലൊരു ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരായാലും ഇല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് CHSL എക്സാം എഴുതുന്നവരായാലും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ടെൻഷനൊന്നും അടിക്കണം, നല്ല രീതിയിൽ കൂളായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തൊക്കെ പോകുന്നതൊക്കെ ഇപ്പോഴും നന്നായിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക ഇങ്ങനെ സമയങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മറ്റും മോക്ക് കട്ട് ചെയ്ത് നോക്കി സെറ്റാകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുപിടിക്കുന്നതിലൊക്കെ നല്ല ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു.